എന്തും സംഭവിക്കട്ടെ, എന്തും വരട്ടെ, പക്ഷെ ഞാൻ ആ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ഞാൻ ആ മറിയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുക. മറിയെ നിങ്ങൾ നോക്കണം. ഈ മറിയെ സംബന്ധിച്ച് യേശുവിന് ജന്മം കൊടുത്തതിനപ്പുറം ശിമോന്റെ അടുക്കൽ വന്നപ്പോൾ ശിമോൻ പറഞ്ഞൊരു ഭാഗമുണ്ട്, നിന്റെ പ്രാണനകത്തൂടെ വാള് കിടക്കും. നോക്കണം, ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് തന്നെ കഠിനമായ വേദനയോടെ ഒത്തിരി ചോദ്യമുണ്ട്, ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുക്ക് നിന്ന് ആ കുഞ്ഞുമായിട്ട് ചെന്ന സമയത്ത് അവിടെ പുരോഹിതൻ പറയുക, പ്രാണനകത്തൂടെ വാള് കിടക്കുമെന്ന്. എന്താ ഈ പ്രാണനകത്തൂടെ കടക്കുന്ന വാള്? ആ കുഞ്ഞിന്റെ മരണമാ. ഒരായുസിലെ ഏറ്റവും കഠിനമായ വേദനയിൽ ഒന്നാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളുടെ മരണം കാണുക എന്നത്. അവിടെ പറഞ്ഞു, നിന്റെ മുമ്പിൽ നിന്റെ പ്രാണനകത്തൂടെ വാള് കടക്കും. ഒരു വൈകാരികമായ ബന്ധമുണ്ട്. ആ ക്രൂശിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാ. അവിടെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരുവൻ ആ ക്രൂശിന്മേൽ കിടപ്പുണ്ട്. ആപാതയൂടം തകർക്കപ്പെട്ടവനായി, രക്തധാരധാരയായി ഒഴുകുന്നവനായി ഒരുവൻ ക്രൂശിന്മേൽ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ ചുവട്ടി നോക്ക്. ഉപകാരം ചെയ്ത 100 ആൾക്കാരുണ്ട്, സൗഖ്യമാക്കിയ 1000 ആൾക്കാരുണ്ട്, കൂടെ കൊണ്ടു നടന്ന 12 പേരുണ്ട്. ഇവരിൽ എത്ര പേർ അതിന്റെ ചുവട്ടിലുണ്ട്? കഴിഞ്ഞ രാത്രിയിൽ ഒരുവൻ തള്ളിപ്പറഞ്ഞു, മറ്റൊരുവൻ ഒറ്റിക്കൊടുത്തു, വേറൊരുത്തൻ വസ്ത്രം പോലും ഇട്ടിട്ട് ഓടിപ്പോയി. ഇവരാരും ആ ക്രൂശിന്റെ ചുവട്ടിലില്ല. പക്ഷെ നിങ്ങൾ നോക്ക്, ആ മറിയ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. അവളോട് ചോദിക്ക്, എങ്ങനെ നിനക്ക് ഈ ക്രൂശ് കണ്ടതിന്റെ ചുവട്ടിൽ നിൽക്കാൻ കഴിയും? അവള് പറഞ്ഞു, എന്റെ ജീവിതം ഞാൻ ഇവനായി കൊടുത്തതാ. ചങ്കു മുറിക്കുന്ന വേദന വന്നാലും എനിക്ക് ഇവനെ വിട്ടു പോകാൻ കഴിയത്തില്ല. എത്ര പേർക്ക് ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യത്തിനകത്ത് നിൽക്കുമ്പോഴും പറയാൻ പറ്റുമോ, ഞാൻ എന്റെ ജീവിതം എന്റെ കർത്താവിന് വേണ്ടി കൊടുത്തതാ. എന്നെ തകർക്കുന്ന അനുഭവങ്ങൾ വന്നാലും, ക്രൂശിന്റെ അനുഭവങ്ങൾ വന്നാലും, ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തു നിന്ന് എന്നെ വഴിമാറ്റുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് ആഴമായ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തിരിച്ചറിഞ്ഞിട്ട് പറ, ക്രൂശിന്റെ ചുവട്ടിൽ നിങ്ങളുണ്ടോ? ഒരു പ്രത്യാശയുടെ ദൂതുള്ള ഞാൻ പറയാം, മറിയ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. മറിയ പുനരുത്ഥാനത്തിന്റെ ദിവസവുമുണ്ട്. മറിയ അപ്പുറത്ത് പെന്തക്കോസ്തിലുമുണ്ട്. നിങ്ങൾ ക്രൂശിന്റെ ചുവട്ടിലുണ്ടെങ്കിൽ, ഇന്നത്തെ പ്രതിബന്ധത്തിന്റെ നടുവിലുണ്ടെങ്കിൽ, നാളെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ മഹത്വത്തിന്റെ ദിവസമുണ്ട്. കോടാനുകോടി വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മഹത്വത്തിന്റെ ദിനമുണ്ട്. അന്ന് ആ തേജസ് ധാര ശരീരവുമായി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു തേജസ്സിന്റെ ദിവസമുണ്ട്. അത് നമ്മുടെ